മദ്യനയം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് അവർ പറയുകയാണ് ഈ നയം മാറ്റം ആരും അറിഞ്ഞില്ല, ഒരു കമ്പനി മാത്രം അറിഞ്ഞു. മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാണ്. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് മാറിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല. കേരളത്തിൽ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, പാലക്കാട് ജില്ലയിൽ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല. പക്ഷേ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി അറിഞ്ഞു. എങ്ങനെയാണ് ആ കമ്പനി മാത്രം അറിഞ്ഞത്? ആ കമ്പനി മദ്യനയം മാറുന്നതിന് മുമ്പ് ആ കമ്പനി എലപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിച്ചല്ലോ. മദ്യനയം മാറും എന്ന് അവരെങ്ങനെ അറിഞ്ഞു നേരത്തെ? അപ്പൊ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത്. അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ ഈ ഉത്തരവ് ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ 13 ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് രഹസ്യരേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത്. ഞാനൊരിക്കലും അത് രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട്. എന്താരോപണം? ഒരു വകുപ്പുകളുമായും ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമെടുത്തത്. എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് തീരുമാനമെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകളെ ആരെയും അറിയിച്ചിട്ടില്ല. ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭയുടെ നോട്ട് ഞാൻ ഹാജരാക്കിയത്. അതിനേക്കാൾ വലിയ തെളിവ് പറയാനുള്ളത്. അതിനെ നിഷേധിച്ചില്ല. അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി, കോൺഗ്രസ് MLC, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇവരുടെയൊക്കെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. സ്പിരിറ്റ് വരികയാണ് 4200 കോടിയുടെ. അല്ല, കർണാടകയിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഡിസ്റ്റിലറികളതിന് അവിടെ നിന്ന് തന്നെ മേടിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. മഹാരാഷ്ട്രയിൽ നിന്ന് മേടിച്ചോ. ഞങ്ങളാരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? എക്സൈസ് മന്ത്രി രാജേഷും അല്ലെങ്കിൽ കേരളത്തിലെ ഡിസ്റ്റിലറിക്കാരും കർണാടകയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നത്? ഇതൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ദുരാരോപണോ? GST 210 കോടി രൂപ നഷ്ടം വരുന്നതാണ് കണക്കാക്കുന്നത്. ഈ എത്തനോളിന്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടിയുടെ സ്പിരിറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് GSTയിൽ മാത്രം ഉണ്ടാകുന്ന നഷ്ടം 210 കോടിയാണ്. ഓ, എന്തൊരു GST നഷ്ടമാണ്! ഇതെല്ലാം കേരളത്തിൽ വന്നാൽ പിന്നെ കേരളത്തിൽ GST കിട്ടും. 4200 കോടി രൂപയുടെ സ്പിരിറ്റ് വരുന്നു, 210 കോടി രൂപയുടെ GST നഷ്ടം. ഒന്ന് മന്ത്രി മനസ്സിലാക്കേണ്ടത്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് ഇപ്പോൾ GST ഇല്ല. അതായത് ഹ്യൂമൻ കൺസംഷന് വേണ്ടി ലിക്കറാക്കി മാറ്റുന്ന ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ സ്പിരിറ്റ് കൊണ്ടുവരുമ്പോൾ അതിന് GST ഇല്ല. ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയാറുണ്ടെങ്കിൽ ചോദിച്ചിട്ട്. മന്ത്രിയല്ലേ, ഒരു മന്ത്രിസഭയിലെ മന്ത്രിയല്ലേ, GST ഇല്ലെന്ന് അത് എടുത്തു കളഞ്ഞു നേരത്തെ തന്നെ.